കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടുപറമ്പിൽ ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്ന ഒന്നാണല്ലോ പപ്പായ. എന്നാൽ പലർക്കുമുള്ള പരാതിയാണ് പപ്പായ മകരം മുകളിലേക്ക് ഇങ്ങനെ വളർന്നു പോകുന്നു എന്നല്ലാതെ കായ്ക്കുന്നില്ല എന്നത്. പപ്പായ ചുവട്ടിൽ നിന്ന് തന്നെ നിറയെ കായ്ക്കാനും മികച്ച വിളവ് ലഭിക്കാനും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പപ്പായ കൈ എത്തും ദൂരത്തു നിന്ന് തന്നെ കായ്ക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം നല്ല ഇനം വിത്തുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. റെഡ് ലേഡി പോലെയുള്ള ഹൈബ്രിഡ് വിത്തുകൾ അല്ലെങ്കിൽ കുള്ളൻ ഇനത്തിൽപ്പെട്ടത് തിരഞ്ഞെടുത്താൽ അവ അധികം ഉയരം വെക്കുന്നതിന് മുമ്പ് തന്നെ കായ്ച്ചുകൊള്ളും. പപ്പായയുടെ തൈകൾ നടുമ്പോൾ നമ്മൾ മറ്റു മരത്തിൻ്റെ തണലിലൊന്നും കൊണ്ടുപോയി നടാതെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. തണലുള്ള സ്ഥലത്താണ് തൈകൾ നടുന്നതെങ്കിൽ ചെടി വെളിച്ചം കിട്ടുന്ന സ്ഥലം നോക്കി മുകളിലേക്ക് ഇങ്ങനെ വളർന്നു പോവുകയും കായ്ക്കാൻ വൈകുകയും ചെയ്യും. തൈകൾ മാറ്റി നടാനായി കുഴിയെടുക്കുമ്പോൾ ഏകദേശം 1/2 മീറ്റർ ആഴത്തിലും വീതിയിലുമുള്ള കുഴിയെടുത്ത് അതിൽ മേൽമണ്ണും ചാണകപ്പൊടിയും കലർത്തി വേണം തൈകൾ നടാനായിട്ട്. ചെടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി വളം നൽകുന്നത് വേഗത്തിൽ പൂവിടാൻ സഹായിക്കും. അതുപോലെ തന്നെ നടുന്ന സമയത്ത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് കൊടുക്കുകയും വേണം. തുടക്കത്തിൽ തന്നെ തൈകൾ കരുത്തായി വളരാൻ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് നൈട്രജൻ ശരിക്കും ലഭിക്കും. ഇനി പൊട്ടാസ്യത്തിൻ്റെ കുറവ് മൂലം പൂവിടാൻ താമസിക്കുന്നുണ്ടെങ്കിൽ ചാരമോ അല്ലെങ്കിൽ പൊട്ടാഷ് അടങ്ങിയ വളങ്ങളോ നൽകുന്നത് കായ്കൾ പെട്ടെന്ന് ഉണ്ടാകാനും അവയൊന്നും കൊഴിഞ്ഞു പോവാതിരിക്കാനും സഹായിക്കും. പപ്പായ ചെടിക്ക് എപ്പോഴും ഈർപ്പം അത്യാവശ്യമാണ്. എന്നാൽ ചുവട്ടിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ചുവട്ടിൽ വെള്ളം കെട്ടി നിന്നാൽ വേര് ചീയൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്പം ഉയരത്തിൽ തടമെടുത്ത് വേണം തൈകൾ നടാനായിട്ട്. ഇനി നിങ്ങളുടെ വീട്ടുമുറ്റത്തെ പപ്പായ പൂക്കാതെ നിൽക്കുകയാണെങ്കിൽ ചെടി ഏകദേശം 2 അടി ഉയരമെത്തുമ്പോൾ അതിൻ്റെ പ്രധാന കൂമ്പ് ചെറുതായി നുള്ളിക്കളയുന്നത് വശങ്ങളിൽ നിന്നും പുതിയ ശാഖകൾ വരാനും അതോടൊപ്പം ഉയരത്തിൽ പോവാതെ വളരുകയും ചെയ്യും. ഹൈബ്രിഡ് ഇനം തൈകളാണെങ്കിൽ കൂമ്പ് നുള്ളിക്കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല, അല്ലാതെ തന്നെ അത് കായ്ച്ചുകൊള്ളും. പപ്പായയുടെ ചുവട്ടിൽ തടമെടുത്ത് അതിൽ ജൈവവളങ്ങൾ നൽകി ഈർപ്പം നിലനിർത്തിയാൽ 6-ാം മാസം മുതൽ തന്നെ പൂക്കൾ വിരിഞ്ഞു തുടങ്ങും. കൃത്യമായ പരിചരണവും മികച്ച വിത്തനവും ഉണ്ടെങ്കിൽ ആർക്കും പപ്പായ കൃഷിയിൽ വിജയിക്കാവുന്നതേ ഉള്ളൂ. പപ്പായ വളർന്ന് പൂവിട്ട് തുടങ്ങുമ്പോൾ മിക്കവാറും കാണാറുള്ള രോഗമാണ് ഇലമഞ്ഞളിപ്പ് രോഗം. ഇവിടെ ഈ കാണുന്ന പപ്പായയിൽ നിറയെ പപ്പായ ഉണ്ടാവാറുള്ളതായിരുന്നു. ഈ അടുത്ത സമയത്താണ് ഇലകളെല്ലാം മഞ്ഞളിച്ച് അകപ്പാടെ കുരുടിച്ച് വളർച്ചയില്ലാത്ത അവസ്ഥയിലായത്. ഇത്തരം രോഗങ്ങൾ വരുന്നത് പപ്പായ ചെടിക്ക് മഗ്നീഷ്യത്തിൻ്റെ അഭാവം മൂലമാണ്. തുടക്കത്തിലൊക്കെ ഇത്തരം രോഗങ്ങൾക്ക് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്താൽ മാറ്റിയെടുക്കാവുന്നതാണ്. അതുപോലെ ഉണ്ടാകുന്ന പപ്പായകൾക്ക് നല്ല വലിപ്പവും ഷേപ്പും ഉണ്ടാവാൻ ബോറോക്സ് ഒരു 50 ഗ്രാം വീതം പപ്പായക്ക് കൊടുക്കുന്നതും നല്ലതാണ്. ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പപ്പായ താഴെ നിന്നും കായ്ക്കണമെങ്കിൽ നല്ല വെയിൽ വേണം എന്നതാണ്. അതോടൊപ്പം തളത്തിൽ ഈർപ്പം ഉണ്ടാവുകയും വേണം. രോഗങ്ങളൊന്നും വരാതിരിക്കാനായി ബോളോ മിശ്രം തടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പപ്പായ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതട്ടെ. പപ്പായ കൃഷിയിൽ നിങ്ങൾ പരീക്ഷിച്ച മറ്റു വഴികളുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്തേക്കണേ. ഇതുപോലെ ലളിതമായ കൃഷി അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റായി ചോദിക്കാവുന്നതാണ്. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.